ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, വിശുദ്ധ കുരിശ് ഡിയാഗണൈസിങ് ജീസസ് ക്രൈസ്റ്റ് ലവ്സ് യു. വിശുദ്ധ കുരിശുമായിട്ട് ദുഃഖ വെള്ളിയാഴ്ച സിസ്റ്റർ കുരിശിൻ്റെ വഴിക്ക് പോവുകയായിരുന്നു. ഞങ്ങൾ കോൺവെൻറ്റിലുള്ള സിസ്റ്റേഴ്സ് എല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൻ്റെ ICUയിൽ കിടക്കുന്ന ഒരു സിസ്റ്ററിൻ്റെ കാര്യം പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ICUയിൽ കിടക്കുന്ന സിസ്റ്ററിനെ തനത് വിധിക്ക് ഒരുക്കാനായിട്ടാണ് പ്രത്യേകമായിട്ട് ഒരു ഇൻസൈറ്റ് കിട്ടുകയാണ്, വെളിപാട്. അപ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, നാളെ ദുഃഖ ശനിയാഴ്ചയാണ്, അത് കഴിഞ്ഞാൽ ഈസ്റ്റർ. തനത് വിധിക്ക് നമ്മൾ ഒരുക്കി ആ സിസ്റ്റർ ഇന്ന് രാത്രി മരിക്കുകയാണെങ്കിൽ ആ മഠത്തിൽ സ്ഥിതി എന്താണ്? ഒന്നാമത് വെള്ളി, ദുഃഖ ശനി, ഈസ്റ്റർ വളരെയധികം ഒരുങ്ങുന്ന നാളുകൾ, 50 ദിവസം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം. ഞാൻ എന്നോട് തന്നെ ഒരുപാട് മല്ലടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വാക്ക് കേൾക്കാതെ ഞാൻ മറ്റൊരു വഴിയെ ആ മാർഗത്തിൽ നിന്ന് മാറിപ്പോകുന്ന പോലെ ഞാൻ ഇവരുടെ കൂടെ പോവുകയാണ്. കോൺവെൻറ്റ് ഗേറ്റ് എത്തിയപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ നമ്മൾ പീലിപ്പോസിൻ്റെ മുടിക്കുത്തിൽ പിടിച്ച് അവിടെ നിന്ന് വേറെ സ്ഥലത്ത് കൊണ്ടുചെന്ന് നിർത്തി പരിശുദ്ധാത്മാവ് എന്ന് നമ്മൾ വെളിപാടിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്ന പോലെ പെട്ടെന്ന് തന്നെ ICUയിലേക്ക് വീണ്ടും വീണ്ടും നിർബന്ധിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, അങ്ങനെ ഞാൻ ICUയിലേക്ക് ചെല്ലുന്നു. അവരുടെ റിലേറ്റീവ്സ് കുറേ പുറത്തിരിക്കുന്നുണ്ട്, ബന്ധത്തിലുള്ള ഒരു സിസ്റ്റർ ഇരിക്കുന്നുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ ICUയുടെ ഉള്ളിലേക്ക് കടന്നു. അപ്പം ഞാൻ ഈ കുരിശിങ്ങനെ പിടിച്ചേക്കാനെയാണ്, എപ്പോൾ പോകുമ്പോഴും കുരിശിങ്ങനെ പിടിക്കും. അങ്ങനെ ഈ കുരിശും പിടിച്ച് ആ മുറിയിലേക്ക് കടന്നു. സിസ്റ്ററിനോട് ഞാൻ സിസ്റ്ററിൻ്റെ പേര് വിളിച്ചിട്ട്, കാർമൽ സിസ്റ്ററാണ്, പ്രാർത്ഥിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ആ സിസ്റ്റർ ഒന്ന് മൂളും ചെയ്തു. അപ്പം നമുക്ക് ആ സീരിയസ്നെസ് ഇല്ല എന്ന പോലെയാണ് സംസാരം. ഉള്ളിൽ നല്ല ഓർമ്മയുണ്ട്, അതേസമയം ICUയിൽ മാസ്കൊക്കെ വെച്ച് കിടക്കുകയാണ്. അപ്പോൾ നന്നായി പ്രാർത്ഥിച്ചു, കർത്താവെ ഇന്ന് വരെ ചെയ്ത പാപങ്ങൾ, കടങ്ങൾ, കറകൾ എല്ലാം ക്ഷമിക്കണമേ, അങ്ങനെയൊക്കെ പറഞ്ഞ് സാധാരണ തരത്തിൽ ഒരുക്കണ പോലെ തന്നെ പ്രാർത്ഥിച്ചു. അപ്പോഴേക്കും കുരിശിൻ്റെ വഴിക്ക് നഗരി കാണിക്കില്ലേ, നമ്മൾ ഈവനിങ്ങിലുള്ള 5 മണിക്കുള്ള പരിപാടിക്ക് വേണ്ടി ഓടുകയാണ്. അങ്ങനെ സിസ്റ്റേഴ്സ് എല്ലാം വരും മുന്നേ പോയി, ഞാനായിട്ടും ഒരു ബാക്കിലായിട്ട് നടക്കുകയാണ്. അവിടുന്ന് രാത്രി ആയപ്പോൾ ഈ സിസ്റ്റർ മരിച്ചു എന്ന് ബോർഡിൽ എഴുതി കണ്ടു. സിസ്റ്റർ മരിച്ചു, സിസ്റ്റർ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ മനസ്സിന് ഭയങ്കര ഒരു വിഷമം. ഞാൻ ആ പറഞ്ഞ സമയത്ത് പോയില്ലായിരുന്നുവെങ്കിൽ ദുഃഖശനി, ഈസ്റ്ററും ആ കോൺവെൻറ്റിലെ സങ്കടം ഓർത്തിട്ട് ഞാൻ ഈ ആത്മാവിന് പ്രേരണ കിട്ടിയതനുസരിച്ച് ഈ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയില്ലെങ്കിൽ പിന്നീട് എനിക്ക് എന്ത് സങ്കടമായിരിക്കും എന്ന് പിന്നെ എനിക്കതൊരു മനസ്സാക്ഷി കുത്തായിട്ട് മാറും. നിന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് പിന്നെ ലോകത്തിൻ്റെ സ്വരം ശ്രവിച്ച് പോയി എന്നുള്ളൊരു മനസ്സാക്ഷിയുടെ ഒരു ഭാരമുണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ സന്തോഷത്തെ ആ കൂട്ടത്തിലുള്ള ആ ബന്ധത്തിലുള്ള സിസ്റ്ററും പറഞ്ഞു. കാർമൽ സിസ്റ്റർ ആ സമയത്ത് പ്രാർത്ഥിക്കാനായിട്ട് വന്നു. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞപ്പോൾ ആള് മൂളി, ഉള്ളിലൊരു സ്വരമെടുത്തു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഭയങ്കര ഒരു സമാധാനം കിട്ടി സിസ്റ്റർ. കാര്യം ശരിയാണ്, ദുഃഖ ശനിയാഴ്ച ഫ്യൂണറലാണ്, പിന്നെ സൺഡേ തുടങ്ങി നമ്മൾ 7 ദിവസത്തേക്ക് സിസ്റ്ററിനെ നോയമ്പൊക്കെ എടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ്. 7 ദിവസവും കല്ലറയുടെ അവിടെ ഒപ്പീസ് ചൊല്ലി അപ്പോൾ കോൺവെൻറ്റ് മുഴുവനും ആ സിസ്റ്ററിന് വേണ്ടിയുള്ള പ്രാർത്ഥന തുടരുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്കങ്ങനെ തോന്നുന്നത് അപ്പം ചെയ്യണം. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രചോദനമാണ്, പ്രേരണയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ ഉപയോഗിച്ചുള്ള ശുശ്രൂഷകളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് ഉടൻ തന്നെ അത് നടപ്പാക്കിയില്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഇത് ഒരുപാട് സന്തോഷം തന്നെ. പരിശുദ്ധാത്മാവിനെ ഒരുപാട് നന്ദി പറയാണ്. പരിശുദ്ധാത്മാവെ, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവെ, എന്നെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവെ, എൻ്റെ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവെ, എന്നെ നയിക്കണമേ. പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവെ, എന്നെ ഭരിക്കണമേ. പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവെ, എന്നെ വിശുദ്ധീകരിക്കണമേ. പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവെ, അങ്ങേ ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ആമേൻ.